പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പസമയം മൊബൈൽ ഓണാക്കി വെച്ചൊന്ന് നോക്കിയപ്പോൾ കണ്ട വാർത്തകൾ വളരെ വേദനാജനകമായ, വളരെ ഉദ്വേഗജനകമായ ഒരു വാർത്തയാണ് കണ്ടത്. അത് എറണാകുളം അങ്കമാലി രൂപതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനത് ആ സംഭവത്തെ എടുത്തു വെച്ച് ആ വാർത്തകൾ 3-4 പ്രാവശ്യം ഞാൻ മാറ്റി മാറ്റി നോക്കുമ്പോൾ അവിടെ നടക്കുന്ന അടി, അവിടെ നടക്കുന്ന ആ പോലീസിൻ്റെ പ്രവൃത്തികൾ, അവിടെ നടക്കുന്ന ആലഞ്ചേരി വിഭാഗത്തിൻ്റെ ആളുകൾ, അതിൻ്റെ വിമത വിഭാഗം എന്ന് പറയുന്ന ആളുകൾ, ഇവർ തമ്മിലുള്ള സംഘർഷാവസ്ഥ കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അപ്പോൾ എനിക്കൊരു വചനം ഓർമ്മ വന്നു. ഒരു ദൈവവചനത്തിലേക്കാണ് എന്നെ ആത്മാവ് കൊണ്ടുപോയത്. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുക്കുവാൻ പറഞ്ഞു. ഞാനത് എടുത്തു വെച്ചിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ. അവിടെ കർത്താവ് പറയുന്ന വചനം ഇതാണ്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 7-ാം തിരുവചനം. അതിനകത്ത് ഇങ്ങനെ എഴുതിക്കുകയാണ്: എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. 6-ാമത്തെ, എന്നാൽ നിങ്ങളിത് കാണുമ്പോൾ അസ്വസ്ഥരാകരുത്. അതൊക്കെ നടന്നുകൊള്ളട്ടെ, അതതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ. അത് തന്നെയാണ് കർത്താവ്. അസ്വസ്ഥ വേണ്ട. കാരണം എന്താണ്? എൻ്റെ കാരണം എന്നാണ് കർത്താവ് പറയുന്നത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന അടി, സംഘർഷം, തമ്മിത്തല്ല്, കുർബാനത്തർക്കം, സാമ്പത്തിക തിരിമറികൾ, അതിൻ്റെ പേരിൽ വിഭാഗം തിരിഞ്ഞുള്ള ആ വലിയ പ്രശ്നങ്ങൾ, അത് കേസും കോടതിയിലായിട്ട് പോകുന്നു. രാഷ്ട്രീയ തെരുവിലെ രാഷ്ട്രീയത്തെക്കാൾ അധംപതിച്ച ക്രിസ്തു വിശ്വാസമുള്ള, ക്രിസ്തുവിൻ്റെ ഇത്രയും കാലം കർത്താവിൻ്റെ തിരുശരീരവും തിരുത്വമാണെന്ന് പറഞ്ഞ് എടുത്ത് പൊന്തിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത അതേ കരങ്ങൾ തന്നെ തിന്മ ചെയ്യാൻ വേണ്ടി അശുദ്ധ പേർന്ന, വിശുദ്ധി നഷ്ടപ്പെട്ട അശുദ്ധി പേറിയ കരങ്ങളും അതിന് ഉടമസ്ഥരുമായ വൈദികരും മെത്രാനോട് കൂടി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളെ, അതായത് ക്രിസ്ത്യാനികളെ, ഈ പുരോഹിതവർഗത്തെ അല്ല, പുരോഹിതവർഗത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്തൊരു പദ്ധതിയാണ്. കർത്താവ് പറയുകയാണ്, ഈ ലോഹയും കണ്ട്, ഈ കുപ്പായം കൊണ്ട്, ഈ മെത്രാന്മാരുടെ നെറ്റിയിലെ ഈ തൊപ്പിയും കണ്ട്, ഈ അംശപടിയൊക്കെ കണ്ട്, ഇതൊക്കെ നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും മുഴുവനും, ഇവരാണ് ദൈവം, ഇവർക്കപ്പുറത്തേക്ക് ആരുമില്ല എന്ന് വിചാരിച്ച് ഇവരുടെ മുമ്പിൽ വണങ്ങിക്കൊടുത്ത്, ഇവരെ ബഹുമാനിച്ചു കൊടുത്ത്, ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കി ഒച്ചാനിച്ച് നിന്ന ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പറയുകയാണ്, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്തിനാണ്? നിൻ്റെ വിശ്വാസത്തെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, നിൻ്റെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തുവാൻ, നിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ, അതിനുവേണ്ടി മാത്രമാണ്. പുരോഹിതരല്ല, സാധാരണ ജനങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെ. സമയം എന്തെന്നാൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. ഇനിയും അവസാനമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തിൻ്റെ തുടക്കമാണിത്. അവസാനത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ ചൂടാക്കിയാൽ അഗ്നി എന്ന് പറഞ്ഞതുപോലെ തെങ്ങിലും തേങ്ങിലും കൊപ്രയിലേക്ക് വന്നു. കൊപ്ര ഇനി ആട്ടിയാൽ മതി. ആട്ടുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ അടുത്ത വചനം പറയാൻ വേണ്ടിയാണ് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ഏതാണ് ഈ ജനം ജനത്തിനെതിരായിട്ട്? ക്രിസ്ത്യാനികൾക്കെതിരെ, സീറോ മലബാർ സഭയിലെ അച്ഛന്മാർ, സീറോ മലബാർ സഭയിലെ അച്ഛന്മാർക്കെതിരെ, സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ, സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കെതിരെ, സീറോ മലബാർ സഭ, സീറോ മലബാർ സഭയ്ക്കെതിരെ. അതാണ് ജനം ജനത്തിനെതിരായും. ഇനി രാജ്യത്തിനെതിരെ. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പുറത്തുള്ള രാജ്യത്തല്ല ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭയിലെ 1 ദൈവരാജ്യം, 2 സ്വർഗരാജ്യം. അപ്പം രാജ്യത്തിനെതിരെ, ദൈവരാജ്യത്തിലെ അംഗങ്ങൾ സ്വർഗരാജ്യത്തിനെതിരെ, സ്വർഗരാജ്യത്തിനെതിരെ അംഗങ്ങൾ ദൈവരാജ്യത്തിനെതിരെ. അപ്പോൾ ഇവിടെ ഒരു ദൈവരാജ്യവും വേണ്ട, ഇവിടെ ഒരു സ്വർഗരാജ്യവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും ഇവിടെയില്ല, സ്വർഗവുമില്ല, ദൈവരാജ്യമില്ല, ദൈവനീതിയില്ല, ക്രിസ്തുവില്ല, മരിച്ചവിടെ ഉയർപ്പുമില്ല, സ്വർഗവുമില്ല, വിധിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം തെമ്മാടി കൂട്ടങ്ങൾ. അതേ ഞാൻ പറയുന്നില്ല, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അതാണ് തെമ്മാടി കൂട്ടം. ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് തെമ്മാടിത്തരം കാണിക്കാൻ പറ്റില്ല. അവർ പക്വതയും വിശുദ്ധിയുമുള്ളവരായിരിക്കും. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർന്ന്
പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥയിലിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ഒരുങ്ങി സ്നേഹത്തോടെ നോക്കി സ്നേഹത്തോടെ കൈ കൊടുത്ത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ എവിടെയാണ് എത്തിയത്? ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. എന്താണ് ഈ ഉണർവ്? ഈ ഉണർന്നൊരു ആത്മീയ പരിശുദ്ധാത്മാഭിഷേക ഉണർവല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാഭിഷേക ഉണർവ് കടന്നുപോയി. അതാണ് വലിയ പന്തകൊസ്ത അനുഭവങ്ങൾ, വലിയ ധ്യാനങ്ങൾ, കൺവെൻഷനൊക്കെ നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വന്നു. നമ്മളെല്ലാം പാപത്തെ തിന്മയും പുറത്തുപേക്ഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ കുനിഞ്ഞു നിന്ന് അഭിഷേകം സ്വീകരിച്ചു, സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഉണർവ് കിട്ടിയ ഇപ്പോൾ നമ്മൾ ഉണരുന്ന ഏതാണ്? ആരാണ് തട്ടിപ്പ് നടത്തിയത്, ആരാണ് വെട്ടിപ്പ് നടത്തിയത്, ആരാണ് തിന്മ പ്രവർത്തിച്ചത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുവാണ്. അത് കണ്ടെത്തുവാൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർമാർ, അതിൻ്റെ ചാരന്മാർ, അതിൻ്റെ വക്കീലന്മാർ, അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നിരീക്ഷകർ, ഇതിൻ്റെ പത്ര റിപ്പോർട്ടർമാർ, അങ്ങനെ അവരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ തട്ടിപ്പ് എവിടെയാണ്, വെട്ടിപ്പ് എവിടെയാണ്, എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നടന്നതെന്ന് അവരന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിന് ഉണർവാണ് നമ്മൾ കാണുന്നത്. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സ്ഥലങ്ങളുണ്ടാകും, അത് വരുന്നേ ഉള്ളൂ. ആ ഭാഗത്തേ വരുന്നുള്ളൂ, ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുന്നതിൻ്റെ ആരംഭമാണ്. അതും ഈറ്റുനോവ്, അതായത് യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഇതാ പരസ്പരം പീഡിപ്പിക്കുന്നു, അങ്ങോട്ട് പീഡനത്തിന് ഏൽപ്പിച്ചു. ചിലരെ അറസ്റ്റ് ചെയ്യുന്നു, ചിലരുടെ നേരെ വാക്കത്തിന് വലിയ തൂമ്പ എടുത്തുകൊണ്ട് വരുന്നു, ചിലരുടെ നേരെ കുറുവടി എടുത്തുകൊണ്ട് വരുന്നു. അതെല്ലാം നമ്മൾ കാണും. പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, പീഡനം സംഭവിക്കുന്നു, പീഡനം ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. ഇനി ഇതിനകത്ത് കൊലപാതകങ്ങളും ഉണ്ടാകും. അത് വരുന്നേ ഉള്ളൂ, അത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം, വരുന്നേ ഉള്ളൂ. എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. എൻ്റെ നാമം നിമിത്തം, അതും കുറച്ചുകൂടി മുന്നോട്ട് വരുന്നുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം ശരിയായി പറയുന്നവർ, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ബലി ശരിയായി അർപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ദ്വേഷിക്കുന്ന, തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അവരെ പുച്ഛിക്കുന്ന, കളിയാക്കുന്ന, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കുന്ന അവർ സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അപ്പം നീതിയും സത്യവും ദ്വേഷിക്കപ്പെടും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവചനം അതും ഇപ്പോൾ സംഭവിക്കുന്നത്, നിരവധി വ്യാജപ്രവചനം പ്രത്യക്ഷപ്പെട്ട് സംഭവിക്കുന്നു. അത് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന എല്ലാവർക്കും വിശ്വാസമില്ലേ? വിമത ഗ്രൂപ്പായാലും എത്രാം പക്ഷമായാലും എതിർക്കുന്നവരായാലും ഇവർക്കെല്ലാം വിശ്വാസമില്ല. അവരെല്ലാവരും വിശ്വസിക്കും ക്രിസ്തുവിലല്ലേ. അപ്പോൾ വിശ്വാസത്തിന് 4 തട്ടുണ്ട്, വിശ്വാസം 4 സ്റ്റെപ്പുണ്ട്. വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം. തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ. എണ്ണയിലേക്ക് എത്താൻ 4 ഘടകങ്ങൾ പിന്നെടുത്തതുപോലെ വിശ്വാസത്തിന് വിശുദ്ധിയുടെ തലമുണ്ട്. അതാണ് രൂപാന്തരീകരണം. രൂപാന്തരീകരണം ഫലം ചൂടുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചൂടുക. അപ്പോൾ വിശ്വാസം എന്നത് എല്ലാവർക്കും ഉണ്ടെങ്കിലും വിശുദ്ധി എന്നത് എല്ലാവർക്കുമില്ല. കാരണം അവിടെ കോപം, അവിടെ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു, പോലീസുകാരെ വിളിച്ച് മറ്റുള്ളവരെ മർദ്ദിക്കുന്നു, പോലീസുകാരെ വൈദ്യരെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു, അവരെ കൊങ്ങായ്ക്ക് പിടിച്ചു തള്ളുന്നു, അവിടെ അടി നടത്തുന്നു, അവിടെ ഇടി നടത്തുന്നു, മുഷ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധി നഷ്ടപ്പെട്ടു. വിശുദ്ധി നഷ്ടപ്പെട്ടാൽ, ഒരു ഘടകം നഷ്ടപ്പെട്ടാൽ അടുത്ത ഘടകം നഷ്ടപ്പെടും. അപ്പോൾ വിശ്വാസമില്ല, അത് നഷ്ടപ്പെടും. വിശുദ്ധി നഷ്ടപ്പെട്ടു. പിന്നെയുള്ളതാണ് പ്രിയപ്പെട്ട എന്താണ്? രൂപാന്തരീകരണമാണ്. എന്താണ് രൂപാന്തരീകരണം? ആത്മാവിലേക്ക് രൂപാന്തരപ്പെടുക, ജഡമോഹങ്ങളെ ഉപേക്ഷിക്കുക, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രൂപാന്തരപ്പെടുക, ഭൗതിക വസ്തുക്കളെ ഉപേക്ഷിക്കുക, സമ്പത്തിനെ ഉപേക്ഷിക്കുക, സ്ഥാനമാനങ്ങളെ ഉപേക്ഷിക്കുക, അങ്ങനെ ആത്മാവിലേക്ക് രൂപാന്തരപ്പെടുക. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് എൻ്റെ ആത്മാവ് താതാത്മ്യപ്പെടുക. അങ്ങനെ വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, അങ്ങനെ രൂപാന്തരീകരണം. അത് കഴിച്ച ശേഷമാണ് ഫലം ചൂടുക. ഫലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല, എല്ലാം പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേവാലയങ്ങളിൽ സ്ഥിരമായ പ്രാർത്ഥന നടത്തുക, ദേവാലയം ദിവ്യകാര്യം ബന്ധിച്ചു വെച്ച് സ്ഥിരമായ, അതായത് ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ ഇടവകളിലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് രാപ്പകൽ കൊന്ത ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ആ ധന്യ നിമിഷങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നടക്കുന്ന അടിയോർത്ത് കർത്താവ് തൻ്റെ കാൽവരിയിൽ വേദന സഹിച്ചില്ല. കർത്താവിൻ്റെ തിരുശരീരം അടിച്ച് മാന്തി കീറി മാംസ കഷ്ണങ്ങൾ വലിച്ചു പറിച്ചെടുത്തപ്പോഴും കർത്താവ് അതിന് വേദനിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോഴാണ് വേദനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച അപ്പസ്തോലന്മാർ
രക്തം ചിന്തി മരിച്ച യേശു ക്രിസ്തു, അനേകം വിശുദ്ധന്മാർ രക്തം ചിന്തി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞവർ, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനും ജീവിതവും ഉപേക്ഷിച്ച് സഭയാകുന്ന അടിത്തറയിട്ട് ആ അടിത്തറമേ കെട്ടിപ്പണിത് ഇത്രയും വലിയൊരു സഭയാക്കി രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ തല്ലി തകർത്ത് നശിപ്പിച്ച് ആ കെട്ടിടവും ആ മരവുമെല്ലാം അട്ടിമുട്ടി നശിപ്പിക്കുന്ന ആ സംഭവം കണ്ട് കർത്താവിൻ്റെ ആത്മാവ്, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ശരിക്കും വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണെന്ന് ഞാൻ പറയും, പ്രിയ സഹോദരങ്ങളെ. കാരണം സമ്പത്ത്, സ്ഥാനമാനം, പണം അമിതമായപ്പോൾ ഈ ക്രിസ്ത്യാനികളെ ചൂഷണം ചെയ്ത്, ക്രിസ്തു വിശ്വാസികളെ, സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ കോടാനു കോടി രൂപ ഉപയോഗിച്ച് ഇവർ വലിയ സമ്പന്ന വർഗമായിട്ട്, മെത്രാന്മാരും അച്ഛന്മാരും സമ്പന്ന വർഗമായിട്ട് മാറിയപ്പോൾ എന്തു സംഭവിച്ചു? സാധാരണക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത വിധം അവൻ്റെ വിശ്വാസത്തെയും വിശുദ്ധിയും ഉപേക്ഷിക്കത്തക്ക രീതിയിൽ എത്രയോ പേരാണ് വിളിച്ചു പറയുന്നത്, ബ്രദറെ ഞങ്ങൾക്കൊരു നല്ല കുമ്പസാരം വേണം, ഞങ്ങൾക്ക് നല്ലൊരു ധ്യാനം വേണം, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം എവിടെയാണുള്ളത്? എറണാകുളം അങ്കമാലി രൂപതയൊക്കെ ധാരാളം ആൾക്കാർ വിളിച്ച് പറയുകയാണ്, എവിടെയാണ് നല്ലൊരു കുമ്പസാരത്തിൻ്റെ ഒരുക്കം, എവിടെയാണ് നല്ലൊരു കുർബാനയുടെ ഒരുക്കം, എവിടെയാണ് നല്ലൊരു ധ്യാനം കിട്ടുന്നത് ചോദിക്കുകയാണ്. എവിടെ കൊടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? നല്ല കുമ്പസാരത്തിനുള്ള ഒരുക്കം, നല്ല അതിശക്തമായ കുമ്പസാരത്തിൻ്റെ ധ്യാന ക്ലാസ്സുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കൊടുക്കാൻ ഇവർ സമ്മതിക്കില്ല. കാരണം ആരെങ്കിലും നന്നായി പോയാലോ, ആരെങ്കിലും സ്വർഗത്തിലേക്ക് പോയാലോ ഒരുത്തിനും പോകരുത്, ഞങ്ങളോ പോകില്ല, നിങ്ങളും പോകരുത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലത്തെ കാര്യം. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? അനേകം ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കും, അവർ സ്വരം ഒറ്റുകൊടുക്കും, ദ്വേഷിക്കുകയും ചെയ്യും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എല്ലാ ജനതകളെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം ആഗതമാകും. അപ്പോൾ അന്ത്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭാഗമാണ് ഈ എറണാകുളം അങ്കമാലി രൂപത. അതുപോലെ എല്ലാ ഇടവകളിൽ 8 കോടി 10 കോടി 30 കോടി രൂപയുടെ പള്ളികൾ പൊളിച്ചു പണിയുന്നു. പുതിയ പള്ളികളൊക്കെ 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പള്ളികൾ, പഴയ നല്ല പള്ളികൾ അത് പൊളിച്ചിട്ട് വലിയ 30 കോടി 60 കോടി 100 കോടിയുടെ പള്ളികൾ പണി. ആ ശ്രദ്ധയിലാണ് അവർ. അവിടെയും ദിവ്യകാരുണ്യത്തിന് വിലയില്ല, കുർബാനയ്ക്ക് വിലയില്ല, അൽമായർക്ക് വിലയില്ല, പാവപ്പെട്ടവന് വിലയില്ല, ദരിദ്രർക്ക് വിലയില്ല. അവിടെയെല്ലാം വലിയ പള്ളി മേടകൾ പണിതുകൊണ്ട് ഇവരാരെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളി പണിതുണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. ഏത് വിഡ്ഢിത്തമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? അതിൻ്റെ പള്ളി കമ്മിറ്റി എന്ന് പറയുന്ന കുറേ ആൾക്കാർ, കുറേ അച്ഛന്മാരെ കൂടെ നയിക്കുന്നുണ്ട്. അവരും ഇത് റാൻ എന്ന് പറഞ്ഞ് മൂളുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു പള്ളി കമ്മിറ്റിയിലെ ഒരു 10 പേർക്ക് നല്ല ശക്തമായ നീതിയും ബോധ്യമുണ്ടെങ്കിൽ ഇനി പള്ളി പൊളിച്ച് ഇവിടെ പണിയേണ്ട പള്ളിയുടെ ആവശ്യമില്ല. ഈ എറണാകുളം അങ്കമാലി രൂപത്തിലെ ബസലിക്ക പള്ളിയിൽ നടക്കുന്ന അടി ഇതുപോലെയാണെങ്കിൽ ഇനി ഒരു പള്ളിയുടെ ആവശ്യമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ബോധ്യമുള്ള ഒരൊറ്റ പള്ളി കമ്മിറ്റി അംഗം ഇന്ന് കേരള സഭയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സഭയിലെ പള്ളി കമ്മിറ്റി, ഒരിടവകയിലെ പള്ളി കമ്മിറ്റി അംഗങ്ങൾക്കും ബോധമോ ഇല്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അത് കർത്താവ് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 15-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ എന്നാണ് കർത്താവ്. എന്താ കർത്താവ്? വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ എന്ന് പറയുമ്പോൾ ഇതാ മധുബഹയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലത്ത് പോലീസുകാർ, അവിടെ പത്രറിപ്പോർട്ടർമാർ, അവിടെ റിപ്പോർട്ടർമാർ, അവിടെ ഗുണ്ടകൾ, അവിടെ പിടിവലികൾ മേശ തട്ടിമറിക്കുന്നു, വാക്കത്തിയും കോടാലിയുമായിട്ട് മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു, തൂമ്പ പോലത്തെ സാധനമായിട്ട് കൊല്ലാനും തല്ലാനും വേണ്ടി വരുന്നു, തല്ലുന്നു, അടിക്കുന്നു, ഉന്തിയിടുന്നു, തള്ളിയിടുന്നു. വിനാശം വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ ബലി അർപ്പിക്കുന്ന കർത്താവിൻ്റെ ആലയത്തിൽ മധുബഹയിൽ കാൽവരി പോലെ ഉണ്ടാക്കുന്ന ആ അൾത്താരയിൽ കർത്താവിനെ തൂക്കിയിട്ട് അൾത്താരയ്ക്ക് താഴെ ഇത് ദുഷ്ടപ്രവൃത്തി, ക്രൂരപ്രവൃത്തി ചെയ്യുമ്പോൾ കർത്താവാണ് അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. അത് കാണുമ്പോൾ വായിക്കുന്നതും ഗ്രഹിച്ചോളട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊള്ളട്ടെ. യൂദായുള്ളവും പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പള്ളിപ്പോക്ക് അവസാനിപ്പിച്ചോ, നിങ്ങളുടെ പള്ളിപ്പോക്ക് നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ. ഇത്തരം അശുദ്ധ കുർബാനകൾ, അശുദ്ധ മെത്രാന്മാർ, അശുദ്ധ വൈദികർ ഇങ്ങനെ ഇന്ന് പ്രവർത്തിക്കുമ്പോൾ, തിന്മ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് പോകണ്ട. നിങ്ങളുടെ കുടുംബങ്ങളിൽ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപം മേടിച്ചു വെച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് ഇടത്തുമലത്തിന് 2 തിരിയും കത്തിച്ച് മുട്ടയിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഈ സഭയുടെ മേൽ കരുണയായിരിക്കണമേ, പ്രാർത്ഥിച്ചാൽ മതി കർത്താവ്. നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കുമ്പോൾ മക്കളെ, അതുകൊണ്ട് പ്രിയ ജനമേ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. വിനാശത്തിൻ്റെ അശ്ലക്ഷണം നിൽക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന് അധർമ്മം വർദ്ധിച്ചതിനാൽ അത് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം അധ്യായം 12-ാം തിരുവചനം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ. ഇവിടെ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇവിടെ എന്ത് ധർമ്മമാണുള്ളത്? ഇവിടെ എന്ത് നീതിയാണുള്ളത്? ഇവിടെ എന്ത് സത്യസന്ധതയാണുള്ളത്? അധർമ്മമാണ്, തിന്മ. അധർമ്മം എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രവൃത്തി രൂപമാണ് അധർമ്മം എന്ന് പറയുന്നത്. തിന്മയുടെ പ്രവൃത്തി രൂപം. ധാർമ്മികത നഷ്ടപ്പെട്ട്, വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട്, സ്നേഹവും സമാധാനവും നീതിയും നഷ്ടപ്പെടുന്നിടത്ത് അധർമ്മമാണ്. ധർമ്മമല്ല അധർമ്മം. അധർമ്മം തിന്മയുടെ പ്രവൃത്തി രൂപമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. കാണുമ്പോൾ വളരെയേറെ വേദനയോടെ, ഹൃദയവേദനയോടെ അനേകർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അനേകർ വിളിച്ച് തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ വേദനകൾ, കുടുംബത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, ഭർത്താവിൻ്റെ മദ്യപാനം, ഭാര്യയുടെ അവിഹിതം, അല്ലെങ്കിൽ മക്കളുടെ ദുർനടപ്പ്, അല്ലെങ്കിൽ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം ആയിട്ടുള്ളൂ, അപ്പോഴത്തേന് ഡൈവേഴ്സ്, കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഒന്നിച്ചിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഈ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ഭർത്താവ് മുകളിലത്തെ നിലയിൽ, ഭാര്യ താഴത്തെ നിലയിൽ 5 വർഷമായിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ തകർന്നു കഴിയുമ്പോൾ കുടുംബത്തിൻ്റെ വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും ധാരണയും നഷ്ടപ്പെടുന്നത് ഇത്തരം കൗദാശിക തലങ്ങളിലെ ആ വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ. കത്തോലിക്ക സഭ തകർന്നാൽ കുടുംബം തകരുമെന്നുള്ള ഉറപ്പാണ്. കുടുംബം തകർന്നാൽ സഭ തകരുമെന്നുള്ള ഉറപ്പാണ്. ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ നിൽക്കുന്ന സംഭവമാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കർത്താവ് പറയാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷമായിരിക്കും. എന്നാൽ അവസാനം വരെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അവിടെ കണ്ടുകൊള്ളട്ടെ. എറണാകുളം അങ്ങനെ ആയിക്കോട്ടെ, അങ്കമാലി അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇടവകൾ ഇങ്ങനെ ആയിക്കൊള്ളട്ടെ, ഭർത്താവ് അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, ഭാര്യ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ഇതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യവും ശ്രദ്ധിക്കേണ്ട കാര്യം സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സഹനത്തിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കിതെല്ലാം സഹിക്കാൻ ശക്തി തരണമേ. നിശബ്ദമായിട്ട് നോക്കി നിന്ന് സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശക്തി തരണമേ. കർത്താവെ, അങ്ങനോട് കരുണയായിരിക്കണമേ. എന്നോട്, ഈ സഭയോട്, ഈ വൈദികരോട് ക്ഷമിക്കണമേ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ മുമ്പിൽ മുട്ട നിൽക്കണം. അങ്ങനെ മുട്ടെന്ന് പ്രാർത്ഥിച്ച് സഹിക്കണം. ഇതെല്ലാം ഭർത്താവിൻ്റെ അസ്വാസ്ഥ്യങ്ങൾ ഭാര്യ സഹിക്കണം, ഭാര്യയുടെ പ്രശ്നങ്ങൾ ഭർത്താവ് സഹിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ പ്രശ്നങ്ങൾ, നിരവധിയായ മക്കളുടെ പ്രശ്നങ്ങൾ അത് മാതാപിതാക്കന്മാർ സഹിക്കണം. സഭയുടെ പ്രശ്നങ്ങൾ കുടുംബങ്ങൾ, ഇടവുകൾ സഹിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പരസ്പരം ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സഹിച്ചു നിന്നു. ഇതാ കർത്താവ് തൊട്ടടുത്ത്, ഇതാ യേശുവിൻ്റെ 2ാമത്തെ വരവ് അടുത്തെത്തിയെന്നുള്ള തെളിവാണ് പ്രിയ സഹോദരങ്ങളെ. അവൻ വാതിക്കൽ എത്തി എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. കർത്താവ് പറയുകയാണ്, ഇത് യേശുവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പുള്ള ലക്ഷണങ്ങളാണ്. സഭയുടെ തകർച്ച, വിശുദ്ധിയുടെ തകർച്ച, വിശ്വാസത്തിൻ്റെ തകർച്ച, അത് ധാർമ്മികതയുടെ നഷ്ടം, നീതിയുടെ ഇല്ലായ്മ, നീതി തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. ഇതെല്ലാം കാണുമ്പോൾ അവൻ വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഭരിച്ചുകൊള്ളേൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനത്തിൽ വരുമ്പോൾ കർത്താവ് പറയണം, അത്തിമരത്തെ നോക്കി അത്തിമരത്തിൽ നിന്ന് പഠിക്കുകയും അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അതാണ് കർത്താവ് പറയുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ, ഞാനിത് അത്തിമരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിനും ഒരു ക്ലാസ്സുകളൊക്കെ. അതിൻ്റെ ഒരർത്ഥം ചെറിയ രൂപത്തിൽ ഒന്നുകൂടെ പറയാം. അതായത് ഇസ്രായേൽ ജനം ജെറുസലേം ദേവാലയം പണിയുകയും അവരുടെ പഴയ ബലി അതിനെ ആരംഭിക്കുകയും അവരങ്ങനെ ദേവപിതാവിനെ ആരാധിച്ച് വലിയ ശക്തിയുള്ള ജനസമൂഹമായി ഇസ്രായേൽ ഒരു അജയ്യ കോട്ടയായിട്ട് വളരുവാൻ വേണ്ടി അവരാഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ അവരുടെ അഹങ്കാരം തളിർത്ത് അഹങ്കാരം ഇല്ലാതെയായി അവർ മുട്ടയിൽ നിന്ന് അവരുടെ ഒരു കമ്പ് തളിർക്കുന്നത് പോലെ, ഇളതാവുന്നത് പോലെ അവരുടെ മനസ്സും ശരീരവും ആത്മാവുമെല്ലാം യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇളതാവുമ്പോൾ
നമ്മുടെ മനസ്സുകൾ കടുപ്പമായി, നമ്മൾ ഇളതാകുന്നതിന് പകരം നമ്മൾ കഠിന ഹൃദയരായി, കഠിന ദേവാലയങ്ങൾ, കഠിന മെത്രാന്മാർ, കഠിന ഹൃദയമുള്ള വൈദികർ, കഠിന ഹൃദയമുള്ള ഇടവാ സമൂഹം, അങ്ങനെ നമ്മൾ അവർ ഇളതായി പ്രാർത്ഥിക്കുമ്പോൾ, അവർ മുട്ട നിൽക്കുമ്പോൾ നമ്മളോ മുട്ടിൽ നിന്ന് എഴുന്നേറ്റോടുന്നു, നമ്മുടെ കഠിന ഹൃദയരായിട്ട് മാറി. ഒന്ന്, അവർ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രക്ഷപ്പെട്ടെന്ന് ധരിച്ചിരുന്ന കത്തോലിക്ക സഭയും മലബാർ സഭയും കേരള സഭയും അത് നശിച്ച് തകർന്ന് തരിപ്പണമാകുന്ന രംഗം നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ട. ഇപ്പോൾ ചെണ്ടമേളത്തിൻ്റെ കാലഘട്ടമാണ്. ഒരിടത്ത് അടി നടക്കുമ്പോൾ വേറൊരിടത്ത് ചെണ്ട വിട്ട് നടക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേവാലയങ്ങളിൽ വലിയ തിരുനാളാഘോഷങ്ങൾ നടക്കുകയാണ്. ഞാൻ തിരുനാളാഘോഷങ്ങളെ ഞാൻ യോജിക്കുന്ന ആളല്ല, ഞാനൊരു തിരുനാളിലും പങ്കെടുക്കാറില്ല ഇപ്പോൾ ഒരു ചുരുങ്ങിയ കാലമായിട്ട്, ഒരു 3-4-5 വർഷമായിട്ട്. കാരണം ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, വലിയ പണക്കൊഴുപ്പിൻ്റെ സംഭവങ്ങളാണ് പ്രിയപ്പെട്ടത്. അനാഥർക്കും ദരിദ്രർക്കും വിധവകൾക്കും വേണ്ടി അവരുടെ നേരെ കണ്ണുകൾ നോക്കി അവരുടെ കണ്ണിലെ വേദന കാണാൻ കഴിവില്ലാത്ത നമ്മൾ ചെണ്ട കൊട്ടി ആനന്ദിക്കുമ്പോൾ ആ പരിസരത്ത് ഞാൻ നിൽക്കില്ല. എനിക്കത് കാണുമ്പോൾ വളരെ അരോചകമാണ് തോന്നുന്നത്. കാരണം ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കാൻ വെടിക്കെട്ടിനും ചെണ്ടമേളത്തിനും 10,000 മുടക്കി ഈ ആഘോഷം നടത്തുമ്പോൾ വേദനിക്കുന്ന അനേകരം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ എളിയവരിൽ ഓരോരു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എളിയവർക്ക് വേണ്ടി ചെയ്യേണ്ട പണമാണിത്. വെടിക്കെട്ടും ചെണ്ടമേളത്തിനുള്ള പണം മുടക്കേണ്ട പണമല്ലിത്. ഈ പണം വേദനിക്കുന്നവർക്ക് വേണ്ടി, കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഉപജീവനത്തിന് വിഷമിക്കുന്നവർക്ക് വേണ്ടി, ക്യാൻസർ രോഗികളുടെ പൈസ മേടിക്കാൻ ക്യാൻസർ രോഗികളുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കണ്ടു പറഞ്ഞു, അല്പം പണം തരുമെന്ന് ചോദിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മക്കൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി, ക്യാൻസർ രോഗിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ അതേ ഇടവയിൽ ചെണ്ടമേളം കൊട്ടിയെങ്കിൽ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കലെത്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് പറയാണ്, വിനാശത്തിൻ്റെ അധ്യക്ഷനെ കാണുമ്പോൾ വായിക്കുന്ന ഗ്രഹിച്ചുകൊള്ളട്ടെ, യൂദായാലും പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്തിട്ട് കർത്താവ് പറയാണ്, അവൻ ഇതാ വാതിൽക്കലെത്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളും. എവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 24-33 തിരുവചനം കർത്താവ് പറയാണ്, ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസ്വസ്ഥയെല്ലാം കാണിക്കുന്നത്, ഈ അശുദ്ധിയെല്ലാം കാണുന്നത്. കർത്താവ് നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഈ ചെണ്ടമേളം കാണുമ്പോൾ, ഈ പള്ളിമേടകളിലെ ഈ ഇത് കൂട്ടുള്ള മേള കൊഴുപ്പുകൾ കാണുമ്പോൾ, ഈ എറണാകുളം അങ്കമാലി രൂപത്തിലെ അടി കാണുമ്പോൾ കർത്താവ് വാതിൽക്കലെത്തി, യേശുവിൻ്റെ വരവ് അടുത്തെത്തി, യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി. അതുകൊണ്ടാണ് ഈ മൂല്യ തകർച്ച, ഈ ധാർമ്മിക തകർച്ച, ഈ നീതിയുടെ ശൂന്യത, അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാക്കുകയും ഭർത്താവ് പറയണം. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഞാൻ ഡേറ്റുകൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ വാതിൽക്കലാണ് നമ്മളുള്ളത്. കാരണം ഇറാനെതിരെ ഒരു വലിയ യുദ്ധം വരാം, ഏത് നിമിഷം പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകാം, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകാം. ഇന്നടി കൂടുന്ന മെത്രാന്മാരും വൈദികരും, ഇന്നടി കൂടുന്ന ജനം നാളെ ഒരു പിടി ആഹാരത്തിന് വേണ്ടി കർത്താവേന്ന് നിലവിളിക്കുന്ന സമയം അടുത്തെത്തിയിട്ടുണ്ട്. വലിയ തകർച്ചകളും വലിയ ഭൂകമ്പങ്ങളും വലിയ ദുരന്തങ്ങളും മനുഷ്യനെ നോക്കി പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ അധർമ്മം നടത്തുന്നവരെ കർത്താവ് ശിക്ഷിക്കുക തന്നെ ചെയ്യും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നമ്മൾ നിന്ന് കരയണം, നമ്മൾ നിലവിളിക്കണം, കർത്താവേ ഞങ്ങളുടെ മേൽ, സഭയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, മക്കളുടെ മേൽ, ഭർത്താവിൻ്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അപ്പാ, അവിടെ ഞങ്ങളോട് കരുണയായിരിക്കണേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തെ, പുത്രനായ യേശുവിനെ നോക്കി, പരിശുദ്ധാത്മാവിനെ നോക്കി വിളിക്കണം, സ്വർഗീയപ്പാ കരുണയായിരിക്കണം വിളിക്കേണ്ട സമയം ആയി പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എവിടെ ആര് മുട്ടുമടക്കുന്നോ അവിടെ കർത്താവ് അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവിന് ഇതാ അവൻ വാതിലിലെത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇസ്രായേൽ ജനം അവരുടെ കൊമ്പ് തളിർത്ത് അവർ വിനയമുള്ള, അഹങ്കാരം കുറഞ്ഞ, എളിമയും വിനയമുള്ള മനുഷ്യരായിട്ട് മാറുമ്പോൾ ഇവിടെ കഠിന ഹൃദയരായിട്ട് നമ്മൾ മാറുന്നു. അതാണ് വിരോധാഭാസം. എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഇസ്രായേൽ ജനങ്ങൾ ദേവാലയം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, അവർ ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ബസലിക്ക പള്ളി പോലെ വലിയ കോടാനുകോടി രൂപയുടെ പള്ളി ഉണ്ടായിട്ട് ആ പള്ളിയിൽ ആരാധന നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് സഹിക്കില്ലിത്, കർത്താവിൻ്റെ ക്രോധം. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, അതാ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ കോപം എന്താണെന്നും ക്രോധം എന്താണെന്നും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി ക്രോധമാണ് വരുന്നത്, കോപമല്ല, കർത്താവിൻ്റെ ക്രോധമാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, നിർണായക യുദ്ധം. ആ യുദ്ധത്തെക്കുറിച്ചാണ്, വലിയ യുദ്ധം
വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ കാലഘട്ടമായി ദാനിയേൽ പ്രവാചകൻ്റെ ദർശനം യേശു പറയുന്നത് കേട്ടിട്ട് ബോധം കെട്ട് വീണ ആ പ്രവാചകനായിരുന്നു ദാനിയേൽ പ്രവാചകൻ. നമുക്കിവിടെ ഇതൊന്നും കണ്ടിട്ട് ഒരു ബോധക്കേടുമില്ല, ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ വേദന അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് വെളിപാട് 18:4, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ, എന്തെന്നാൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. വെളിപാട് 18:4. സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ പറഞ്ഞു കേട്ട്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. ചെണ്ടമേളം കേൾക്കുന്നിടത്ത് നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. ചെണ്ടമേളത്തിനുള്ളിൽ പോയി നിൽക്കരുത്. അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകരുത്. നിങ്ങൾ ആവശ്യമില്ലാത്ത തിരുനാളുകൾ സംബന്ധിക്കരുത്. നമുക്ക് വിശുദ്ധ ബലി മാത്രം മതി, മറ്റുള്ളതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് ഇനിയെങ്കിലും ബോധം ഗ്രഹിക്കണം. ചെണ്ടമേളങ്ങൾ അമ്പലത്തിൽ കൂട്ടുന്ന അതേ ചെണ്ട പള്ളിയിൽ കൂട്ടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥത പള്ളിയിൽ ജ്ഞാനമുള്ളവർക്ക് മനസ്സിലാവും, ബോധ്യമുള്ളവർക്ക് മനസ്സിലാവും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാം. ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ പറയുന്നത്, കർത്താവ് അതുകൊണ്ട് പറയാണ്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരുങ്ങിക്കോ, ഇതാ ഞാൻ വാതിൽക്കലെത്തിയിരിക്കുന്നു കർത്താവ് പറയാണ്. ഈശോയുടെ വരവിൻ്റെ ഒരുക്കം എത്തപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നാം പ്രതീക്ഷിച്ച യുദ്ധവും നാം പ്രതീക്ഷിച്ച വലിയ തകർച്ചകളും വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഭക്ഷണമില്ലാത്ത അവസ്ഥയും നമ്മുടെ മുമ്പിലേക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എത്തും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറായി പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ സംരക്ഷണം കിട്ടും. വെളിപാട് 3:10 സകല ഉപവാസികളെയും പരിശോധിക്കാനായി ഈ ലോകത്തിലുണ്ടായിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു, അതിനാൽ നിന്നെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആ വചനത്തിലേക്ക് കർത്താവിൻ്റെ ഓരോ വചനം എടുത്തു വെച്ച് വായിച്ച്, എവിടെയാണ് കുറവ്, എവിടെയാണ് തിരുത്തൽ വേണ്ടത്, ഞാൻ എന്താണ് ഈ ചെയ്യേണ്ടത്, എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, മനസ്സിനെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരുക്കണം, എന്തെല്ലാം വിശുദ്ധിയിലേക്ക് ഞാൻ പ്രവേശിക്കണം, എവിടെയാണ് കുറവുകൾ, എവിടെയാണ് പ്രശ്നങ്ങൾ, അത് കണ്ടെത്തി പരിശോധിച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പരിപൂർണത കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക്, കർത്താവിൻ്റെ ജ്ഞാനത്തിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, പരസ്നേഹത്തിലേക്ക് വരുവാൻ നമ്മൾ ഇനിയും പെട്ടെന്ന് തയ്യാറാകണം. കാരണം ഇതാ ഞാൻ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു തന്നു. എറണാകുളം അങ്കമാലി രൂപത്തിലെ പ്രശ്നങ്ങൾ അതെല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതാ അവൻ വാതിൽക്കലെത്തി. ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ വരവ് ഇവിടെ സംഭവിക്കും. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എൻ്റെ മനസ്സ് ശരീരാത്മ നമുക്ക് പ്രത്യേകം ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം. അതിന് മുമ്പിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ നീട്ടാം. അതിനുവേണ്ടി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ശിരസ് നമിക്കാം. സർവശക്തനായ ദൈവം, സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.